സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെ എല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദൻ ഇല്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്ക് ഇല്ല. പിന്നെയും സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെ എല്ലാം ഞാൻ കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദൻ ഇല്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ ഇല്ല. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നുവോ? എന്താണ് മറുപടി പറയാത്തത്? നിങ്ങൾ ലോകത്തിൽ ആയിരിക്കുന്നുവോ? നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? എവിടെ നോക്കിയാലും സന്തോഷവും ആനന്ദവും നീതിയും ന്യായവും സമാധാനവും ത്യാഗവും വിശ്വാസവും നിസ്വാർത്ഥതയും സഹായവും ആശ്വാസവും ഒക്കെയാണോ കാണുന്നത്? എന്താണ്? എവിടെ നോക്കിയാലും അന്യായവും അനീതിയും അക്രമവും ദുഷ്ടതയും വഞ്ചനയും ചതിയും പാപവും വ്യഭിചാരവും മദ്യപാനവും ദുഷ്ടതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശു സമാധാനത്തിൻ്റെ കർത്താവാണല്ലോ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സമാധാനം നൽകുമെന്നാണല്ലോ പറഞ്ഞത്. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും അന്യായമാണ് കാണുന്നത്. ആ അനീതി ചെയ്യുന്നവരുടെ മധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഞെരുങ്ങിപ്പോയിട്ട് നീതിയോടുകൂടെ ജീവിക്കുവാൻ കഴിയാതെയായി പോരാടി 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 എന്തു സംഭവിക്കുന്നു? കീഴടങ്ങിപ്പോകുന്നു. എന്തിനാണ്? പാപത്തിന്, അനീതിക്ക്, അന്യായത്തിന്. സൂര്യന് കീഴെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ കാലത്ത് എത്രയോ ന്യൂസ് ചാനലുകൾ ഉണ്ട്. അതിൽ താഴെ സ്ക്രോളിംഗ് വരാറുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ സ്ക്രോളിംഗ് ഒരു 10 മിനിറ്റ് വായിച്ചാൽ വളരെ നല്ലത്, മനോഹരമായിരിക്കുന്നു എന്നൊന്നും നമുക്ക് തോന്നുകയില്ല. എല്ലാം കഷ്ടം കഷ്ടം കഷ്ടം, അയ്യോ ഭയങ്കരമായിരിക്കുന്നു, അയ്യോ കഷ്ടം, അയ്യോ ഹോ ഭയങ്കരം, എല്ലാം കഷ്ടതയാണ്, എല്ലാം ദുഃഖത്തിന്റെ വാർത്തയാണ്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കുഞ്ഞിനെ ഉപേക്ഷിച്ച മാതാവ് പോയി, ലോറി ഇടിച്ചിട്ട് 5 പേർ തൽക്ഷണം മരിച്ചുപോയി, വിവാഹത്തിന് പോയ ആളുകൾ അപകടത്തിൽ മരിച്ചു, എയ്റോപ്ലെയിൻ കാണാനില്ല, ട്രെയിൻ ആക്സിഡന്റ് ആയിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ മോഷണം പോയി. എന്താണ്? എല്ലാം ഇങ്ങനെ ഭയങ്കരകരമായ വിഷയങ്ങളാണ്, ഗുരുതരമായ വിഷയങ്ങൾ ആണ്. ആ ന്യൂസ് സ്ക്രോളിങ്ങിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ മലയാളം ന്യൂസിൽ ഇത്രമാത്രം വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ എത്രമാത്രം വാർത്തകൾ ഉണ്ടാകും. എവിടെ നോക്കിയാലും പീഡനം, അന്യായം, അക്രമം, മനുഷ്യത്വമേ ഇല്ല, ത്യാഗം, ദയ, ഇതൊന്നും കേൾക്കുവാനേ ഇല്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവർ മനുഷ്യർ തന്നെയാണോ അതോ മൃഗങ്ങളാണോ എന്ന സംശയം ഉണ്ടാക്കുന്നതായ പ്രവൃത്തികൾ. അത്ര ഭയങ്കരകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് നാം ലോകത്തിലായിരിക്കുന്നത്. കർത്താവിന്റെ വരവ് സമീപം ആയിരിക്കുന്നത് കൊണ്ട് സമയം ഇനി അധികമില്ലെന്ന് അറിഞ്ഞിരിക്കുന്ന സാത്താൻ അടങ്ങിയിരിക്കാതെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യരെ എങ്ങനെ എന്റെ പക്ഷത്താക്കി മാറ്റാൻ കഴിയും എന്ന് വിചാരിച്ച് അവൻ കെണിയൊരുക്കിക്കൊണ്ട് മനുഷ്യരെ വീഴ്ത്തുവാൻ വലയൊരുക്കി കാത്തിരിക്കുകയാണ്. ഈ ദിവസം എത്രയോ ആളുകൾ ദുഃഖത്തിലായിരിക്കുന്നു, നിരാശയിലായിരിക്കുന്നു, രോഗത്താലായിരിക്കുന്നു, കഷ്ടതയിലായിരിക്കുന്നു. ശരി, പാപത്തിന്റെ ശമ്പളം മരണം ആകുന്നു. പാപിക്ക് ദുരിതം വരുന്നത് സാധാരണമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ലോകത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നവർ
കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ, കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സുഖമായിരിക്കുന്നുവോ? അവരുടെ ശോധന വേറെയാണ്, നമ്മുടെ ശോധനയും വേറെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും എന്തുണ്ട്? ശോധനകൾ ഉണ്ട്. ആ കാലത്ത് സൊദോം ഗൊമോറ പട്ടണത്തെ ദൈവം നശിപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു: ദൈവമേ, ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെയും നീ നശിപ്പിച്ചു കളയുമോ? കുറഞ്ഞത് 10 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ 10 പേര് പോലും ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയധികം ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോൾ, 10 പേർ നീതിമാന്മാർ പോലും ഇല്ലാതിരിക്കുമ്പോൾ എനിക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? യെഹെസ്കേലിന്റെ കാലത്ത് പറയാനിടയായി, ഒരാളുണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. നീതിമാനായ ഒരുവൻ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ശോധനകളിൽ കൂടി നാം കഷ്ടത അനുഭവിക്കുമ്പോൾ, വിഷമിക്കുന്ന സമയത്ത് നിങ്ങളിൽ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി, എന്ത് ഗുണമുണ്ടായി? ദൈവമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ലഭിക്കും? മനസ്സാക്ഷിയെ നോക്കിക്കൊണ്ട് ജീവിച്ചാൽ എന്ത് പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൈ ഉയർത്തേണ്ട. ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ശരി, നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഇടയാക്കും. നിനക്ക് എന്ത് കിട്ടി ഇപ്പോൾ? പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ നിനക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ? നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? പ്രാർത്ഥന, ദൈവം എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? നിന്റെ പ്രശ്നം എവിടെയാണ് മാറിപ്പോയത്? ഇപ്പോഴും നിനക്ക് കഷ്ടതയും ബുദ്ധിമുട്ടും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ആളുകൾ നമ്മളെ ബലഹീനരാക്കാൻ നോക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? മനുഷ്യന് 2 കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ. ഒന്നുകിൽ മറുത്തു പറയും, അല്ലെങ്കിൽ കുത്തിയിരുന്ന് കരയും. എന്താണ്? ഒന്നുകിൽ തിരിച്ചു പറയും, അല്ലെങ്കിൽ കുത്തിയിരുന്ന് കരയാനിടയാകും. നമ്മളാരും ദുഷ്ടന്മാർ അല്ലല്ലോ. ദുഷ്ടന്മാരായിരുന്ന നമ്മെ ദൈവം തൻ്റെ മക്കളാക്കി മാറ്റിയെടുത്തല്ലോ. നാം ദുഷ്ടന്മാരല്ലാത്തതുകൊണ്ട് നമ്മെ വഴക്കുണ്ടാക്കുന്നവരോട് നാം വഴക്കുണ്ടാക്കില്ല, നമ്മെ ചീത്ത വിളിക്കുന്നവരോട് നാം ചീത്ത വിളിക്കില്ല, നമ്മെ അടിക്കുന്നവരെ നാം അടിക്കില്ല, നമുക്കെതിരെ കേസ് കൊടുത്താൽ നാം അവർക്കെതിരെ കേസ് കൊടുക്കില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? നോക്ക്, എന്താണ് അവിടെയുള്ളത്? പീഡിതന്മാരായവർ, അതായത് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തവർ കഷ്ടമനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കുവാൻ ആരും അടുത്ത് ഇല്ലാത്തവർ, ദൈവത്തിൻ്റെ മക്കളായവർ എത്രയോ ആളുകൾ ഇന്ന് ദുഃഖത്തിലായവരുണ്ട്. കഷ്ടതകളുണ്ട്. കഷ്ടതകൾ മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ കഷ്ടത മാറ്റാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതയില്ലെന്നാണോ? ബുദ്ധിമുട്ടില്ലെന്നാണോ? കഷ്ടതയുണ്ടാകും, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഞാൻ ലോകത്തെ കരയണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യപ്പെടുവിൻ. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ മനുഷ്യർ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെയുള്ള കഷ്ടതയാണ് നമുക്കുണ്ടാകുന്നത്? പറയൂ. ശാരീരികമായ കഷ്ടത, ശാരീരികമായ രോഗങ്ങൾ, ശാരീരികമായ കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ശാരീരികമായ ബലഹീനതയും ശാരീരികമായ രോഗങ്ങളും, മഴ വന്നതുകൊണ്ട്, വെയിൽ കൊണ്ടതുകൊണ്ട്, ആഹാരം സമയത്ത് കഴിക്കാത്തത് കൊണ്ട്, വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ എപ്പോഴും വെളിയിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം വരാതിരിക്കുമോ? കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ശരിയായി വളർത്തുകയില്ല, അവർക്ക് സമയത്ത് ആഹാരം കൊടുക്കുകയില്ല. ഹൃദയത്തിൽ ഹോളുണ്ടെന്ന് പറയുന്നു. നീ ഗർഭിണിയായിരുന്നപ്പോൾ ആഹാരം കഴിച്ചിരുന്ന സമയത്ത് ഗർഭത്തിൽ കുഞ്ഞു വളരണമെങ്കിൽ അതിന് ശരിയായ ആഹാരം കിട്ടണം, ഇല്ലെങ്കിൽ അത് നല്ലവണ്ണം വളരാനിടയാകില്ല. അതിന് ദൈവത്തോട് പറയണ്ട, ദൈവത്തെ കുറ്റം പറയണ്ട, അത് നിന്റെ കുറവാകുന്നു. ശാരീരികമായ ബലഹീനതകളിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ ശാരീരികമായ വിഷയങ്ങളിൽ ജാഗ്രതയോടെ ആയിരിക്കുക. ആഹാരം കഴിക്കുന്ന വിഷയത്തിൽ, വിശ്രമമെടുക്കുന്ന വിഷയങ്ങളിൽ ജാഗ്രതയോടെ ആയിരിക്കുക. ദൈവം സൗഖ്യം നൽകും. യേശുക്രിസ്തു സൗഖ്യം നൽകുന്നില്ല എന്ന് ഞാൻ പറയുകയില്ല. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്ന വചനം തെറ്റല്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി വരുന്ന ആളുകളോട് അവൻ പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? സമാധാനത്തോടുകൂടി പോകുക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ രോഗം പോയി കഴിയും. ഇപ്പോൾ രോഗം മാത്രം മാറുകയും പാപം മാറുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെന്താണ് സംഭവിക്കുന്നത്? വീണ്ടും രോഗം ഉണ്ടാകാനിടയാകും. പാപം പെരുകുന്നത് കൊണ്ട് രോഗവും പെരുകിക്കൊണ്ടേയിരിക്കും. വിചിത്രമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ആ രോഗത്തിൽ അകപ്പെട്ട് അനേകരുടെ ജീവിതം നശിച്ചു പോകുന്നു.
ആ രോഗത്തിലും ദുഃഖത്തിലും പെട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ ആ രോഗത്തിന് കാരണമായിരിക്കുന്നതായ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ വലിയ സൗഖ്യം ഉണ്ടാകാനിടയാകും. പണം കൊണ്ട് രോഗം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ചില ആളുകളുണ്ട്. പണമുള്ളവർക്ക്, പിടിപാടുള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ന്യായത്തെ അന്യായമാക്കുകയും അന്യായത്തെ ന്യായമാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇവിടെ കഷ്ടത അനുഭവിക്കുന്നവരാരാണ്? ബലഹീനർ, സാധാരണക്കാർ. അവരെ പീഡിപ്പിക്കുന്നവർ ബലവാന്മാർ ആകൊണ്ട് ആശ്വസിപ്പിക്കുന്നവർ ഇല്ല. ആരാണ് ബലവാന്മാർ? ഈ ലോകത്തിലെ ബലവാന്മാരാണ്. ലോകത്തിൽ പണമുള്ള ആളുകൾ, അധികാരമുള്ള ആളുകൾ, ഒരുപാട് വസ്തുവകകൾ ഉള്ള ആളുകൾ ബലഹീനരെ കഷ്ടപ്പെടുത്തുന്നു. ബലഹീനരെ കഷ്ടപ്പെടുന്ന സമയത്ത് അവർ തളർന്നു പോകുന്നു, ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലുമുണ്ടോ നിങ്ങളുടെ ദുഃഖവും കഷ്ടതയും ആരോടും പങ്കുവയ്ക്കാതെ വിഷമിക്കുന്ന ആളുകൾ, കണ്ണുനീരൊഴുക്കുന്ന ആളുകൾ ഉണ്ടോ? ദാവീദ് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ തലയിണ കണ്ണുനീരാൽ കുതിർന്നു പോയിരിക്കുന്നു എന്ന്. അതായത് എപ്പോൾ കരഞ്ഞുവെന്നാണ്? തലയിണ നനഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അത് എപ്പോൾ കരഞ്ഞുവെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ തലയിണ എന്ന് പറഞ്ഞത്? തലയിണ എന്ന് പറഞ്ഞാൽ അറിയില്ല, പില്ലോ എന്ന് പറയണമോ? അതെ, പില്ലോ നനയണമെങ്കിൽ എപ്പോഴായിരിക്കും കരഞ്ഞത്? പറയൂ, എപ്പോഴാണ്? ഉറക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ എന്താണ് ചെയ്യുന്നത്? ഉറക്കം വരാതെ കരയുന്നു. ഉറക്കം വരാതെ കരയുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കരഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഓഫീസിൽ കരയുകയാണെങ്കിൽ എല്ലാവരും അറിയാനിടയാകും. വെളിയിൽ വെച്ച് കരയാൻ പാടില്ല. മനുഷ്യരുടെ മുൻപിൽ കരഞ്ഞാൽ വീണ്ടും അപമാനിതനാകും. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ തലയിണയിലേക്ക് മുഖമമർത്തി കരഞ്ഞ് മനുഷ്യർ ചെയ്തതായ നിന്ദകളും അവർ ചെയ്തതായ അപമാനങ്ങളും എല്ലാം ഓർക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം തകരാനിടയാകും. ദൈവത്തിൽ ഭയഭക്തി ഉള്ള ആളുകൾക്ക് അതെല്ലാം ഓർക്കുന്ന സമയത്ത്, കാരണം നാം ദുഷ്ടന്മാരല്ലാത്തത് കൊണ്ട്. എന്നാൽ ഇന്നൊരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനും നിന്നെ ആശ്വസിപ്പിക്കുന്നവനുമായ ഒരുവൻ ഉണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ആരാണ്? ഉത്തരം അറിയാം, പക്ഷെ ആരും അവൻ്റെ അടുക്കിലേക്ക് പോകില്ല. ആരും അവനോട് പോയി പറയില്ല, യേശുവേ എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ, യേശുവേ എൻ്റെ ദുഃഖം കാണണമേ, യേശുവേ എൻ്റെ ദുഃഖം എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് ദൈവസന്നിധിയിൽ ചെന്ന് എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കാനിടയാകും. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. ആരെങ്കിലും വായിക്കുക, എനിക്ക് കാണുന്നില്ല. വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എൻ്റെ കൃപ നിന്നെ വിട്ടുമാറില്ല. ഇനി എനിക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ തകർന്നു പോയി, എൻ്റെ വ്യാപാരം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിരിക്കുന്നു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ദുഃഖത്തോടെ ആയിരിക്കുന്നവരോട് ഇന്ന് ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ ആശ്വസിപ്പിക്കുന്നവനായി ഞാനുണ്ട്. തലകൾ വണക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. എന്നെ മറക്കില്ലെന്ന് പറഞ്ഞാൽ നിന്റെ സ്നേഹം എനിക്ക് വേണം കർത്താവേ. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്കിലേക്ക് ഞാൻ തിരിയുകയാണ്. സാമ്പത്തികമായി നഷ്ടങ്ങൾ വന്നിരിക്കുന്ന കർത്താവെ മനസ്സലിയണമേ. മാനസികമായി തളർന്നിരിക്കുന്ന എന്നെ കാണണമേ. ഭാര്യാഭർത്താക്കന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ സമാധാനമില്ല. പരസ്പരം ആശ്വസിപ്പിക്കേണ്ടതിന് പകരമായി ഞങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. എൻ്റെ ഭർത്താവിനെ മാറ്റണമേ. എൻ്റെ ഭാര്യയ്ക്ക് മാറ്റം കൊടുക്കണമേ. അനുസരണമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കുന്നതായ ഞങ്ങളുടെ മക്കൾക്ക് മാറ്റം കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് മതി കർത്താവേ. കഷ്ടതയിലും ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും, ദുഃഖത്തിലും ഞങ്ങൾക്ക് സമാധാനിക്കാൻ കഴിയും, ക്ഷാമത്തിലും ഞങ്ങൾ സമൃദ്ധിയോടെ ആയിരിക്കും. അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വേണമേ. ആ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമേ. പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, എന്നാൽ നിന്റെ കഷ്ടങ്ങൾ മാറുന്നില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് അപമാനിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവേ, ഇന്ന് വലിയൊരു വിടുതൽ ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. എൻ്റെ ദൈവം മതിയായവനാണ്, ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നന്മ കാണുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ.
ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ നാമമഹത്വത്തിനായി അത്ഭുത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ നാമം ഈ ലോകത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സഹായം നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.